UAE-യിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് പിഴയോ മറ്റ് ശിക്ഷകളോ ഇല്ലാതെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകാനും അല്ല എങ്കിൽ താമസം നിയമാനുസൃതമാക്കി മാറ്റാനും UAE പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡ് തുടരുകയാണ്. ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. ഗ്രേസ് പീരീഡിൻ്റെ ആനുകൂല്യം വിനിയോഗിക്കുന്നവർക്ക് നടപടിക്രമങ്ങൾ സുഗമമാക്കാൻ കോൺസുലേറ്റ് പൂർണ്ണ സജ്ജമാണെന്നും കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്കാണ് UAE-യിൽ വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് രേഖകൾ ശരിയാക്കാനും ശിക്ഷ കൂടാതെ രാജ്യം വിടാനുമുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചത്. എല്ലാവരും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ആവശ്യപ്പെട്ടു. വിവിധ എമിറേറ്റുകളിലെ ഇന്ത്യൻ അസോസിയേഷനുകളുമായി സഹകരിച്ച് ഇതിനു വേണ്ട ഏകോപനം നടത്തും. Consulate is working with our Indian association partners because associations are present in the Emirates. So we have always worked on such initiatives in partnership with our associations and organizations like World Malayali Council. So they are already spreading the message of this amnesty program which has been announced by the UAE government, and we hope that people who want to avail of this facility will reach the consulate either directly or through the associations. Consulate is committed to facilitating anybody who needs support in this regard. അതേസമയം വേൾഡ് മലയാളി കൗൺസിൽ ഉൾപ്പെടെ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കേസുകളിൽ അകപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവ തീർപ്പാക്കാനുള്ള പിഴ ഉൾപ്പെടെ നൽകി വേണ്ട സഹായം ചെയ്യുമെന്നും അവർ അറിയിച്ചു. നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ ഏകദേശം 100ഓളം കേസുകൾ ഈ പറഞ്ഞ ഇല്ലീഗൽ സ്റ്റേയുമായിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഫൈനും അവർക്ക് നാട്ടിൽ പോകാനും അവരുടെ വീട്ടുകാരെ കാണാനും ഒക്കെ ഉള്ള അവസരം WMC തീർച്ചയായിട്ടും ഞങ്ങളൊരു 24 hours ഹെൽപ്പ് ലൈൻ സർവീസ് ഇതിനെപ്പറ്റി ഞങ്ങൾ തുടരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. UAE പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡിലൂടെ നിയമം ലംഘിച്ച് കഴിയുന്നവർക്ക് ഓരോ ദിവസത്തിനും 50 ദിർഹം എന്ന നിരക്കിൽ വൻതുകയുടെ പിഴയാണ് ഒഴിവായി കിട്ടുക. ഷിൻസ് സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.